ഹലോ ഫ്രണ്ട്സ്, അറിവിൻ്റെ മുറ്റത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫെയർസ് ഡിസ്കസ് ചെയ്താലോ. 2024 ജനുവരിയിലെ കുറച്ച് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അതുപോലെ തന്നെ അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാനായിരുന്നു. നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് NK സിംഗ്. അപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അതുപോലെ തന്നെ 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് NK സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എപ്പോൾ? 2024 ജനുവരി 1-നാണ് സ്മാർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്താണ് സ്മാർട്ട് പദ്ധതി അറിയുമോ? നമുക്ക് നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്തത് P രാജീവാണ്. അപ്പോൾ എന്താണ് സ്മാർട്ട്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു അപ്ലിക്കേഷനാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. 2024 ജനുവരി 1-നാണ് സ്മാർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവനന്തപുരത്ത് നടന്ന 28ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളൊരു ജപ്പാനീസ് ചിത്രത്തിനാണ് സുവർണ ചകോരം നേടിയത്. ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള ഒരു ജപ്പാനീസ് ചിത്രമാണിത്. ഇതിനായിരുന്നു സുവർണ ചകോരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2025 നടക്കുന്ന ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ചൈനയിലെ ഹർബിനിലാണ് 2025 നടക്കുന്ന ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിലെ ഹർബിൻ. ബ്രിക്സിലെ ആകെ അംഗരാജ്യങ്ങൾ എത്രയാണ്? 2024 ജനുവരിയിലെ കണക്കെടുപ്പ് അനുസരിച്ച് ബ്രിക്സിലെ ആകെ അംഗരാജ്യങ്ങൾ 10 ആണ്. 2006 ബ്രിട്ടൻ, റഷ്യ, ഇന്ത്യ, ചൈന ഈ 4 അംഗരാജ്യങ്ങളായിരുന്നു സ്ഥിര അംഗത്വം ഉണ്ടായിരുന്നത്. 2010 ആയതോടുകൂടി സൗത്ത് ആഫ്രിക്ക കൂടി വന്നു. അപ്പോൾ ബ്രിക്സ് എന്നായി മാറി. 2024 ജനുവരിയിൽ ഈജിപ്ത്, എത്തോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ കൂടി ബ്രിക്സിൽ സ്ഥിര അംഗത്വം നേടി. അതോടുകൂടി നിലവിലെ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. അതുപോലെ തന്നെ 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്. അതുകൂടെ ഒന്ന് നോക്കണേ. 2023 വേദി ജോഹന്നാസ്ബർഗ് ആയിരുന്നു. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയും അതുപോലെ തന്നെ 2023 വേദി ജോഹന്നാസ്ബർഗുമാണ്. ഇന്ത്യ മുഴുവൻ അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ 2024 ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. GSAT N2 എന്നും GSAT-20 അറിയപ്പെടുന്നുണ്ട്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT-20 നിർമ്മിക്കുന്നത്.
ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡാണ് GSAT-20 നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമായ മുംബൈ ട്രാൻസാർ ലിങ്ക് ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 12-നാണ്. ഏറ്റവും നീളമേറിയ കടൽ പാലമായ മുംബൈ ട്രാൻസാർ ലിങ്ക് ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 12-ാം തീയതിയാണ്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30-ാം തീയതിയാണ്. ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നത്. കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിനാണ് സ്പാർഷ് 2024. കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിനാണ് സ്പാർഷ് 2024. 2024 കുഷ്ഠരോഗ നിവാരണ ദിനത്തിലെ പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30-നാണ്. അതുപോലെ തന്നെ ബോധവൽക്കരണ ക്യാമ്പയിനാണ് സ്പർശ് 2024. പ്രമേയം കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയതിന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാൻ. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയതിനെ തുടർന്ന് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാൻ. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ പുറത്തുവിട്ട 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93 സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹഹസ്തം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹഹസ്തം. ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് തൻസീബ് എന്നാണ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് തൻസീബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 15 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ് മുഖ്യ അതിഥിയായി വന്നത്. 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്നു. ഫ്രഞ്ച് പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. എന്തായാലും പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ഇയറിലെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് പഠിക്കുന്നത് എന്തായാലും ഒരു എക്സാമിനൊക്കെ നല്ല ഉപകാരമായിരിക്കും. നമുക്ക് ഓരോ മാസത്തിലെയും 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഓരോ മാസത്തിലെയും കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ജനുവരിയിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കറണ്ട് അഫയേഴ്സ് വരും ദിവസങ്ങളിൽ ആഡ് ചെയ്യാം. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.